ID കാർഡ് കാണിക്കുവാൻ ആവശ്യപ്പെട്ട യുവാവിനെ മർദ്ദിച്ച കള്ളക്കേസിൽ കുടുക്കിയെന്ന പരാതിയിൽ കുണ്ടറ മുൻ SHO ഉൾപ്പെടെ 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കോടതി ക്രിമിനൽ കേസെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് അവകാശപ്പെട്ട മഫ്റ്റിയിൽ എത്തിയവരോട് ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് കാണിക്കുവാൻ ആവശ്യപ്പെട്ട യുവാവിനെ മർദ്ദിച്ച് അനധികൃതമായി കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കുകയും ചെയ്ത കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ മുൻ SHOയും സർക്കിൾ ഇൻസ്പെക്ടറുമായിരുന്ന രതീഷ്, സബ് ഇൻസ്പെക്ടർ അംബരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ, മനു എന്നിവർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്ത് സമൻസ് അയക്കുവാൻ ഉത്തരവിട്ടു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ സൂര്യ S. സുകുമാരൻ പുറപ്പെടുവിച്ച ഉത്തരവിലാണ് നടപടി. അഭിഭാഷകനായ ഹാരിസ് റാവുത്തർ മുഖേന സിനിലാൽ നൽകിയ സ്വകാര്യ അന്യായത്തിലെ ആരോപണ പ്രകാരം 2023 മാർച്ച് 13 രാത്രി 8 മണിയോടെ കരിക്കോട് TKM കോളേജിന് സമീപമുള്ള ഒരു വീട്ടിൽ സബ് ഇൻസ്പെക്ടർ അംബരീഷും സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായ അരുണും മനുവും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് മഫ്റ്റിയിൽ സാധാരണ യുവാക്കളെപ്പോലെ ഫ്രീക്ക് ലുക്കിൽ എത്തി. അപ്രതീക്ഷിതമായി വീട്ടിൽ പ്രവേശിച്ച ഇവരെ കണ്ട വീട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ ഭയന്ന് നിലവിളിച്ചതിനെ തുടർന്ന് അവിടേക്കെത്തിയ സിനിലാൽ ഇവർ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് തെളിയിക്കുന്നതിനായി ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡ് കാണിക്കുവാൻ ആവശ്യപ്പെട്ടു. ഈ ആവശ്യം ഉന്നയിച്ചതിലുള്ള വിരോധം മൂലമാണ് സിനിലാലിനെ പോലീസ് ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിക്കുകയും ബലമായി കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതെന്ന് പരാതിയിൽ പറയുന്നു. തുടർന്ന് ഇയാളെ പോലീസ് സ്റ്റേഷനിൽ അനധികൃതമായി തടഞ്ഞു വയ്ക്കുകയും വ്യാജവും കളവുമായ കേസ് ചുമത്തി ജയിലിലടയ്ക്കുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങൾക്ക് നിക്ഷിപ്തമായ അധികാര പരിധി ലംഘിച്ച് മറ്റൊരു പോലീസ് സ്റ്റേഷൻ കിളിക്കൊല്ലൂർ പരിധിയിൽ നിയമപരമായ അധികാരമോ ഔദ്യോഗിക ചുമതലയോ ഇല്ലാതെ പ്രവർത്തിച്ചതായും ഒരു പൗരൻ ആവശ്യപ്പെട്ടിട്ടും ഔദ്യോഗിക തിരിച്ചറിയൽ രേഖ കാണിക്കുവാൻ തയ്യാറാകാതിരുന്നത് അധികാര ദുരുപയോഗത്തിൻ്റെയും നിയമലംഘനത്തിൻ്റെയും ഭാഗമാണെന്നും സ്വകാര്യ അന്യായത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പരാതിക്കാരന്റെ ഭാഗത്തുനിന്ന് സാക്ഷിമൊഴികൾ, മെഡിക്കൽ രേഖകൾ, വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ കോടതിയിൽ ഹാജരാക്കി. ഈ തെളിവുകളും പരാതിയിലെ ആരോപണങ്ങളും പരിശോധിച്ച കോടതി പ്രാഥമികമായി കേസെടുക്കുവാൻ തക്ക സാഹചര്യമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പരാതി ഫയലിൽ സ്വീകരിച്ച് പ്രതികൾക്കെതിരെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കുവാൻ ഉത്തരവിട്ടത്. കേസിൽ പരാതിക്കാരനായ സിനിലാലിന് വേണ്ടി റാവുത്തർ ലോ ഫ്രെയിമിലെ അഡ്വക്കേറ്റ് ഹാരിസ് റാവുത്തർ കോടതിയിൽ ഹാജരായി. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിന്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി. 30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ് ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ക്ലിഫ്റ്റ്, ഓട്ടോമാറ്റിക് ഫോർക്ക്ലിഫ്റ്റ്, ഇലക്ട്രിക്കൽ ഫോർക്ക്ലിഫ്റ്റ്, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.